പിന്നെ എൻ്റെ കുടുംബത്തിൽ എൻ്റെ അമ്മ 7 പ്രാവശ്യം കടിച്ചതാണ്. ഈ ദൂതലക്ഷണം തെറ്റി അറിയാതെ നമ്മൾ വിഷം ഇറക്കി കഴിഞ്ഞാൽ വീട്ടിൽ ഒരംഗത്തെ കടിച്ചിരിക്കും. അതുപോലെ പാമ്പ് തല തല്ലി ചത്തിട്ടുണ്ട് വീട്ടിൽ. അത് ഈ പാമ്പിനെ വരുത്തി വിഷം ഇറക്കുന്ന അത് അപ്പൂപ്പൻ്റെ അത് ചെയ്തിരുന്നു ആയിട്ട് പോയി. അപ്പോൾ ഈ വിഷം ഇറങ്ങരുതെന്ന് മനഃപൂർവ്വം ഈ പാമ്പ് ചിന്തിച്ചിട്ട് കടിച്ചതിന് ശേഷം പോയി എവിടെങ്കിലും കാഞ്ഞിരത്തിലോ ഈ പാലയിലോ തല കീഴായി ചുറ്റിക്കിടക്കും. ആ വിഷം ഇറക്കാൻ പറ്റത്തില്ല. എന്നിട്ട് ഈ പാമ്പ് അവിടെ ഈ നൂറും പാലിനകത്ത് ഇറങ്ങി കുളിച്ച് അവിടെ തലതല്ലി അവിടെ മരിക്കുകയാണ്. പിറ്റേന്ന് മൊത്തം എൻ്റെ ബാക്കിലൊരു 6-7 മൂട് പുളിയുണ്ട്. അത് മുഴുവൻ പാമ്പാണ് തൂങ്ങിടക്കുകയാണ്. ഈ രാജ്യത്തുള്ള ആൾക്കാർ മൊത്തം വന്ന് കണ്ടത്. അതും 20 വർഷത്തിന് മുകളിലായി. ഇന്നും ഇപ്പോഴും ഞാൻ ചലഞ്ച് ചെയ്ത് പറയുന്നു, ഒരു സാധനവും ഈ കാട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. അവരുടെ പിന്നാലെ സ്പഷ്ടമായിട്ടും പാമ്പുണ്ടായിരുന്നു. നമസ്കാരം. നമ്മളിന്ന് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തിനടുത്തുള്ള വരിക്കോലിൽ എന്ന പേരുള്ള ഒരു വളരെ പുരാതനമായിട്ടുള്ള തറവാട്ടിലാണ് വന്നിരിക്കുന്നത്. ഈ തറവാടിനൊരു വലിയ പ്രത്യേകതയുണ്ട്. കാരണം വളരെ പ്രഗത്ഭന്മാരായിട്ടുണ്ടായിരുന്ന വിഷചികിത്സകരായിരുന്നു ഈ തറവാട്ടിലുണ്ടായിരുന്നത്. പ്രധാനമായിട്ടും നമ്മൾ പണ്ട് കാലത്തൊക്കെ കടിച്ച പാമ്പിനെ വിളിച്ചു വരുത്തി വിഷയിറക്കുക എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? അത്തരത്തിലുള്ള ചികിത്സാരീതികളൊക്കെ ഇവിടെ നിലവിലുണ്ടായിരുന്നു. അതും വളരെ കുറച്ച് കാലങ്ങൾക്ക് മുൻപ് വരെ 2-3 തലമുറകൾക്ക് മുൻപ് വരെ ഈ ഒരു ചികിത്സകളൊക്കെ നടത്തിയിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു ചികിത്സാ രീതിയെപ്പറ്റി പലരും പറഞ്ഞു കേട്ടിട്ടുള്ളതും കുറേ അതിശയോക്തികളും ഒന്നുമില്ലാതെ ഇതൊക്കെ ഉണ്ടായിരുന്നു എന്ന് പോലും അറിയില്ല. അതിനെപ്പറ്റിയൊക്കെയാണ് നമ്മളിന്ന് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു തലമുറയിലെ പ്രസന്നൻ എന്ന് പറഞ്ഞൊരു സാറുണ്ട്. അപ്പോൾ അദ്ദേഹം സിവിൽ എഞ്ചിനീയർ ആയിരുന്നു. എങ്കിലും അദ്ദേഹം ഈ ഒരു ചികിത്സകളൊന്നും ചെയ്യുന്നില്ലെങ്കിലും അദ്ദേഹം കാരണവന്മാരിൽ നിന്നും ഈ ഒരു രീതികളെ പറ്റിയൊക്കെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അമ്മയുടെ കാലം വരെ ഈ ഒരു ചികിത്സയുടെ നിലവിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ മനസ്സിലാക്കാൻ പോകുന്നത്. സ്കിപ്പ് ചെയ്ത് പോകാതിരിക്കുക, വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ, ഈ വരിക്കോൽ തറവാടിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊന്ന് മനസ്സിലാക്കാം. ഇതിനുള്ളിൽ ഉണ്ണിക്ക് പോലും ഭയമാണ്. ഇതിനുള്ളിൽ നിലവറയ്ക്ക് തറവാടിന് ഉള്ളിലേക്കല്ലേ? ഇതാണ് ഞാൻ പറഞ്ഞ മണിച്ചിത്രത്താഴ് എന്നാണ് ശരിക്കും ഇതിനെ പറയുന്നത്. നമ്മൾ കാണുന്ന മണിച്ചിത്രത്താഴല്ല ഇത്. ഇത് 1 കിലോ ഉണ്ട് ഇതിൻ്റെ. അത് വെള്ളിയാണ് ലോക്കിന് പിന്നിലുള്ളത് മൊത്തം. ഇത് തുറക്കുന്നത് തന്നെ ഒരു പ്രത്യേക മെത്തേഡിലാണ്. സാധാരണ പൂട്ടിട്ട് തുറക്കുന്ന പോലെ പറ്റില്ല. ഒരു 3-4 സ്റ്റെപ്പ് ഇട്ട് വേണം. ഇടത്തോട്ടും വലത്തോട്ടും തിരിക്കണം. അല്ലാതെ ഒരു സൈഡിലോട്ട് തിരിച്ചല്ല പോകുന്നത്. ഒരു സ്റ്റെപ്പിൽ ഇടത്തോട്ട് തിരിച്ചകത്ത് കയറിയാൽ മറ്റ് സ്റ്റെപ്പിൽ 2 സ്റ്റെപ്പ് വലത്തോട്ട് തിരിക്കും. വീണ്ടും ഒരു സ്റ്റെപ്പ് അകത്ത് കയറി കഴിഞ്ഞാൽ വീണ്ടും തിരിച്ചെങ്കിൽ പൂട്ട് വീഴും. തുറക്കുന്നതും ഇത്രയും പ്രോസസ്സ് ചെയ്യണം, അല്ലെങ്കിൽ തുറക്കാനൊക്കത്തില്ല. അപ്പോൾ പൂട്ടാനും തുറക്കാനും ഇതിനെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരാൾക്ക് പറ്റൂ. പിന്നെ ഇതിനെ തുറക്കണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് മറ്റൊരു കടിയോലൂടെ ഇട്ടുണ്ടോ തുറക്കുന്നത്. കാരണം അത്ര ശക്തമായി. 1 കിലോ ഭാരം 1 കിലോ ഭാരമുണ്ട്. ഇതിൻ്റെ അടിയിലാണ് നിലവറ. ഈ ഭാഗത്തോട്ട് നിലവറ. പക്ഷേ ഇവിടെ കയറാൻ എനിക്കും ഭയമാണ്. ഇതിനൊക്കെ ഇപ്പോൾ സ്ഥലമുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ ആളുകൾ ഉണ്ടാവുമല്ലോ? ഉണ്ടാവും, 100% ഉണ്ടാവും. ഇതങ്ങ് ബാക്കി വരെ ഉണ്ട്. ഫുള്ളിങ്ങനെ കിടക്കുവാണ്. ഇപ്പം ഇത്ര ഒരു തറവാടിൽ താമസിക്കണമെങ്കിൽ തന്നെ ഒരുപാട് തയ്യാറെടുപ്പുകൾ. അതെ, അവരെപ്പോഴും പിന്നെ ശുദ്ധവൃത്തിയോട് കൂടി വേണം താമസിക്കാൻ. പിന്നെ ഭക്തി നിർഭരമായിരിക്കും. ഇവിടെ എല്ലാ മാസവും പിന്നെ ചെറുപ്പ്, വായന തുടങ്ങിയൊക്കെ നടക്കുമായിരുന്നു. ഇതെല്ലാം ഇവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്. പിന്നെ ഈ കുടുംബാംഗം അല്ലാത്ത ഒരാൾക്ക് ഇവിടെ വലിയ കട്ടിലുണ്ടായിരുന്നു. അത് ആ കട്ട് പിടിച്ചിട്ടേക്കോ ഒരു പ്രത്യേകതരം ഒരു കട്ടിൽ. അതിൽ വേറൊരാൾക്ക് കിടക്കാൻ പറ്റില്ല. ശരി. രാത്രി വലിച്ചതായിട്ട് അനുഭവമുണ്ട്. ഇവിടെ മുത്തച്ഛൻ്റെ അതെ അപ്പച്ചിയുടെ ഭർത്താവിനെയൊക്കെ വലിച്ചതായിട്ട്. അപ്പോൾ അതുകൊണ്ട് പേടിച്ച് അവരിവിടെ കിടക്കില്ല. പിന്നെ ഇതിനുള്ളിൽ നമ്മൾ ഇതിനുള്ളിൽ കൂടെ അതിനകത്തേക്ക് കടക്കാവുന്ന 1-2 രഹസ്യാറകളുണ്ട് പുറകോട്ട് വീടില്ല. ഈ രഹസ്യാറകൾ നമ്മൾ അറിയാത്ത ഒരാൾ അകത്ത് കയറിയാൽ മിക്കവാറും വേറൊരാളുടെ സഹായം ഇല്ലാതെ ഇറങ്ങി വരാൻ പറ്റില്ല. കാരണം റൂം കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇത്രയും അതിനകത്ത് ഒരുപാട് റൂമുകളുണ്ട്. 3-4 റൂമുണ്ട് അതിനകത്ത്. കയറി ചെല്ലുന്നത്, അത് കഴിഞ്ഞ് ഇടത്തോട്ട്, പിന്നെ വലത്തോട്ട്. അതിൽ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും ഇല്ലല്ലോ. വെന്റിലേഷൻ തുടങ്ങിയ സംഭവങ്ങളൊന്നുമില്ല. ഭയങ്കര ഇരുട്ടുമോ. അപ്പോൾ വിളക്കോ എന്തെങ്കിലുമായിട്ട് ആ കയറി ചെല്ലുന്നത്. പിന്നെ ഇറങ്ങാമെന്ന് പറയുന്ന ബുദ്ധിമുട്ട്. അപ്പോൾ പിന്നെ കൂടെ അതിനെപ്പറ്റി കൃത്യമായിട്ട് അറിയാവുന്നവർ ചെന്നെങ്കിൽ ഇറങ്ങുക എന്നുള്ള. അപ്പോൾ ഒരു കള്ളനൊക്കെ അതിനകത്ത് കയറിയിട്ട് പെട്ടെന്നൊന്നും ചാടി വെളിയിൽ ഇറങ്ങാൻ പറ്റില്ല. പിന്നെ ഈ അമ്പലത്തിൻ്റെ വിളക്കുകളും മറ്റു കാര്യങ്ങളും അങ്ങനെയുള്ളതെല്ലാം ഇതിനകത്തിലാണ് സൂക്ഷിച്ചേക്കുന്നത്. ഇതിനകത്തിലുണ്ട്. പഴയ കാലത്തെ സെക്യൂരിറ്റി എന്തായിരുന്നു അല്ലേ? അതെ. ഇനി ഇത് മൊത്തം ചിത്രപ്പണികളാണ്.
അതുപോലെ അതിൻ്റെ പൂമുഖത്തിൻ്റെ മുകളിലെ മോന്തായം അതും ഗംഭീര ചിത്രപ്പണിയാണ്. ഇതെന്ത് തടിയാണ് ഇത്? തേമ്പാവ്. ഓഹോ. അതുപോലെ ഇതെല്ലാം ചിത്രപ്പണികളാണ്. ഇതിൽ രസം അതല്ല, ഈ ഓരോന്നിനകത്തിലും വർണ്ണ പേപ്പറുകളായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്. ഈ കൊത്തുപണികൾക്കുള്ളിൽ കയറ്റി വെച്ചിരിക്കും പ്രത്യേക വർണ്ണത്തിൽ. അതെല്ലാം പൊളിഞ്ഞു പോകും. അതിൻ്റെ എല്ലാം കാലാവധി കഴിഞ്ഞതാണ്. ഒരു കാര്യം ചോദിക്കട്ടെ സാർ, ഇത് സാധാരണ ഇത്രയും പഴക്കമുള്ളതുകൊണ്ട് ചോദിക്കും, ഇവിടെ എങ്ങനെ ചെതല പിടിച്ച് കാണുന്നില്ല? ഈ തടിയുടെ പ്രത്യേകത എന്താ? ഇത് തേമ്പാവാണ്. തേമ്പാവിൽ അങ്ങനെ ചതല് പിടിക്കില്ല. തേമ്പാവ് അല്ലേ? തേമ്പാവ്. അത് എന്തിന്റെ മാർഗ്ഗം? ഏത് മരത്തിന്? അത് ഏതാണ്ട് തേക്കിനോളം തേക്കിൻ്റെ അതേ പിന്നെ വർഗത്തിൽപ്പെട്ടതാണ്. പക്ഷേ ഇത് വെള്ളം പിടിക്കാട്ടെ, കാലക്രമേണ ചീത്തയായി പോവുക അങ്ങനെയൊന്നുമില്ല. ആഞ്ഞിലി വരെ ഇതായി പോകും. ഇത് നനവും പ്രശ്നമില്ല. ഇല്ല നനഞ്ഞാൽ പോകുമായിരിക്കും, പക്ഷെ നനഞ്ഞിട്ടില്ല. സാർ നമസ്കാരം. നമസ്കാരം. എൻ്റെ പേര് പ്രസന്നൻ. ഞാൻ ഈ ഒരു പഴയകാലത്തെ ആ ഒരു വിഷചികിത്സയായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു തറവാടിൻ്റെ പേര് ധാരാളം പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഇങ്ങനെ ഒരു ആർട്ടിക്കിൾ വായിക്കാനിടയായത്. പണ്ടുകാലത്ത് ഇവിടെ വിഷചികിത്സ ഉണ്ടായിരുന്നു, സർപ്പങ്ങളെ വിളിച്ചു വരുത്തി ഉള്ള ആ ഒരു വിഷം ഇറക്കണ ആ ഒരു ചികിത്സാ രീതിയൊക്കെ ഉണ്ടായിരുന്നു എന്ന് കേട്ടു. അപ്പോൾ അതങ്ങനെ അധികം പുറത്തുള്ള ആളുകൾക്ക് അതിനെപ്പറ്റി വലിയ ഗ്രാഹ്യമില്ല. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞു തരാമോ സാർ? ഇത് വരിക്കോലിൽ എന്നാണ് ഈ കുടുംബത്തിൻ്റെ പേര്, വരിക്കോലിൽ കുടുംബം. ഇത് എൻ്റെ ഓർമ്മയിലൊരു 200-250 വർഷം ഓർമ്മയെന്ന് പറഞ്ഞാൽ ഞാൻ അറിഞ്ഞത് 200 വർഷത്തിലധികം പഴക്കമുണ്ട്. എൻ്റെ പ്രായം എന്ന് പറഞ്ഞാൽ 65 വയസ്സ്. അപ്പോൾ അതിനും 2 തലമുറ മുമ്പ് മുതലേ ഈ തറവാടുണ്ട്. അപ്പോൾ അന്ന് കാലത്ത് എൻ്റെ മുത്തച്ഛനുണ്ടായിരുന്നു. മുത്തച്ഛനാണ് ഈ വിഷചികിത്സയായിട്ട് ബന്ധപ്പെട്ട് മുമ്പോട്ട് പോയിരുന്നത്. അപ്പം സാധാരണ ഇവിടെ ഈ പ്രദേശത്ത് ഉള്ള ആരും തന്നെ എങ്ങും പോയി പിന്നെ ഒരു പാമ്പ് കടിയേറ്റാൽ വിഷം ഇറക്കാനായിട്ട് വെളിയിൽ പോകാറില്ല. പിന്നെ ഇവിടെ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട 2-3 വീടുകളുണ്ട്, അവരും ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ പ്രഗത്ഭമായ രീതിയിൽ ചെയ്തിരുന്നത് എൻ്റെ അപ്പൂപ്പനാണ്. അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ രീതിയിൽ പിന്നെ ദംശനമേറ്റ് വരുന്നത്, അതായത് നമ്മൾ പാമ്പ് കടിക്കുക എന്നല്ല പറഞ്ഞത്, സർപ്പദംശനമാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ സർപ്പങ്ങൾ ആരും ദംശിക്കാറില്ല. അത് ഒരു ദൈവിക സങ്കല്പത്തോടു കൂടിയ ഒരു രീതിയാണ്. മറ്റ് ദംശനം എന്ന് പറയുന്നത് നമ്മൾ സർപ്പമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആരാധിക്കുന്ന, പക്ഷേ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നതായ അവസരങ്ങൾ ഈ കുടുംബത്തിൽ പലർക്കും ഉണ്ടായിട്ടുണ്ട്. ഈ പറയുന്നത് എനിക്കും ഉണ്ടായിട്ടുണ്ട് പല ആവർത്തി. അപ്പോൾ ആ കാലഘട്ടത്തിൽ പിന്നെ ഏത് രാത്രിയിലായാലും ഈ വിഷം തീണ്ടി വരുന്ന ആളിനെ വിഷം ഇറക്കാൻ വേണ്ടി ഇദ്ദേഹത്തിന് അതിന് മുമ്പ് തന്നെ ഒരു ലക്ഷണം ഉണ്ടാകും. ഇതിന് ദൂതലക്ഷണം എന്ന് പറയുന്നത്. ഒരാൾ പാമ്പ് കടിയേറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഈ പാമ്പ് കടിയേറ്റ് വരുന്ന അവസരത്തിൽ ഈ വിഷകാരി ഒരിക്കലും ഉറങ്ങാൻ പാടില്ല, ഉറങ്ങിക്കൊണ്ടിരിക്കരുത്. അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കരുത്. ഇങ്ങനെ കുറേ നിബന്ധനകളുണ്ട്. അങ്ങനെ ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്ന സമയത്താണ് ഇവർ വരുന്നതെങ്കിൽ നമ്മൾ അതായത് മുത്തച്ഛൻ വിഷം ഇറക്കാറില്ല, പറഞ്ഞു വിടാറൊക്കെ. അതുപോലെ നിങ്ങൾ വേറെ എവിടെയെങ്കിലും പൊക്കോളാൻ പറയും എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇത് വിധിപ്രകാരം വിഷം തീണ്ടിയതാണ്, അതുകൊണ്ടത് നമ്മൾ ഇറക്കാൻ പാടില്ലെന്നാണ്. എങ്കിലും അദ്ദേഹം ഈ മുന്നേ തന്നെ ഒരു ഉൾവിൽ ഇദ്ദേഹത്തിനുണ്ടാകും. അങ്ങനെ ഉറങ്ങാതെ കാത്തിരിക്കുകയും ഭക്ഷണം കഴിക്കാതെ കാത്തിരിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ നിരവധി ആൾക്കാർ വരും. പിന്നെ പോലെ ഒരാൾ വരും എന്നൊരു തോന്നൽ, ഒരു തോന്നലുണ്ടാവും. തോന്നൽ കൃത്യമാണ്. ഇന്നേ വരെ അത് പഴച്ചിട്ടുമില്ല. അപ്പം ഈ മുത്തശ്ശിയുടെ അടുത്ത് പറയും, നിങ്ങൾ കഴിച്ചോളൂ, ഞാൻ കുറച്ച് കരിഞ്ഞ് കഴിക്കാം. അപ്പോഴേ അവർക്കറിയാം. അപ്പോൾ അവർ കാത്തിരിക്കും. പക്ഷേ അന്നേരം ഈ കുടുംബത്തിലുള്ളവരും പൊതുവേ അന്നേരം അങ്ങനെ ചെയ്യാൻ പാടില്ല, കഴിച്ചുകൊണ്ടിരിക്കരുത്. അങ്ങനെ ഒരുപാട് അതിന് ദൂതലക്ഷണം എന്ന് പറയുന്നത് ഒരുപാട് ലക്ഷണങ്ങളുണ്ട്. ഈ സമയത്ത് ദൂതലക്ഷണം തെറ്റിച്ച് വരുന്ന ഒരു സർപ്പദംശനവും നമ്മൾ എടുക്കാറും ചികിത്സിക്കാറുമില്ല. ഈ ദംശനമേറ്റ് വരുന്ന ലക്ഷണമാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് ഏത് ഇനത്തിൽപ്പെട്ട പാമ്പാണ് ഈ വ്യക്തിയെ കടിച്ചതെന്ന് നമുക്കന്ന് അല്ലാതുള്ള ടെസ്റ്റിംഗ് ഒന്നുമില്ല ഇതിന്. അപ്പോൾ ഈ ഓരോ പാമ്പിനും ഓരോ ലക്ഷണമാണ്. അങ്ങനെ ലക്ഷണം കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം അതിനകത്ത് വിഷമുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കി സാധാരണ എന്തെങ്കിലും ഒരു മന്ത്രം പോലല്ല, ഒരു മന്ത്രം ചൊല്ലി അങ്ങ് വിടാറാ പതിവ്. അപ്പം അദ്ദേഹത്തിന് അറിയാം ഇതിനകത്തിൽ വിഷമില്ല, സുഖമായിട്ട് പോകാം. പക്ഷേ ഇവരുടെ മനസ്സിനെ
ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റേതായ മന്ത്രങ്ങൾ ചൊല്ലി പറഞ്ഞു വിടും. അല്ലാതെ വരുന്ന ഓരോ പാമ്പിനും ദംശനമേറ്റ് കഴിഞ്ഞാൽ ഓരോ ലക്ഷണമാണ്. ഇപ്പം മൂർഖനാണ്, അല്ലെങ്കിൽ അണലിയാണ്, അങ്ങനെ ഓരോന്നിനും പല്ലുകൾ സഹിതം അറിയാം. ഇത്ര പല്ല് ഏറ്റിട്ടുണ്ട്, ഇത്ര പല്ല് ഏറ്റ് കഴിഞ്ഞാൽ അത് അപകടകരമാണ് എന്നുള്ള രീതി. ഇപ്പോൾ 2 പല്ലാണ് ശരിക്കും ഏക്കുന്നത്. അപ്പോൾ ആ ഓരോ പല്ലിൻ്റെയും കോളുവ എന്നാണ് അതിന് പറയുന്നത്, നോക്കിയിട്ടാണ് പറയുന്നത് ഇത് ശരി. അപ്പോൾ അതിനനുസരിച്ചാണ് മരുന്ന് കൊടുക്കാറുള്ളത്. എന്നാൽ ഈ 2 കോളുവ ഉണ്ടെങ്കിൽ പോലും ചില കടിയിൽ വിഷം ഏൽക്കാറില്ല. കാരണം പാമ്പ് 2 വിധത്തിലാണ് കടിക്കുന്നത്. വിഷം കയറ്റിയും കടിക്കും, വിഷമില്ലാതെയും കടിക്കും. അത് പാമ്പിൻ്റെ അപ്പോഴത്തെ ആ മാനസികാവസ്ഥയാണ്. ആ സമയത്ത് ഇത് കടിക്കുന്ന അവസരത്തിൽ വിഷം ഇറക്കി തന്നെ കടിക്കും, അല്ലാതെ സാധാരണ കടിയും കടിച്ചു കളയും. അപ്പോഴീ വിഷം ഇറങ്ങില്ല. സാധാരണ കടിയാണെങ്കിൽ അതിൻ്റെ ബ്ലാഡറിൽ നിന്നും ഈ വിഷം ചീറ്റത്തില്ല. അല്ലാതെ വേണമെന്ന് വെച്ച് കടിച്ചെങ്കിൽ ഇയാൾ ആ വിഷം ഈ പല്ലിലൂടെ വെളിയിലിറങ്ങും. ദേഷ്യം, ഭയം തുടങ്ങിയവ. പിന്നെ ഇരകളെ പിടിക്കുന്ന സമയത്ത് ഇയാൾ വിഷം കുത്തിവെക്കാറുണ്ട്, പക്ഷേ അളവ് കുറച്ചാണ് കടിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഇവർക്ക് വളരെ നിശ്ചയമാണ്. ഇന്നത്തെ ആധുനിക ശാസ്ത്രവും ഇതും തമ്മിൽ വളരെ പുലബന്ധം പോലും ഇല്ലാത്ത രീതിയിലാണ് മുമ്പോട്ട് പോകുന്നത്. ഇപ്പം നമുക്കൊരു ആൻറ്റിവനം എന്ന് പറയുന്നത് ഏതാണോ പാമ്പ് അതിനെ കണ്ട് അതിൻ്റെ വിഷം കൊണ്ടുവന്നിട്ട് അതിനെ മറ്റേതെങ്കിലും മൃഗങ്ങളെ കുത്തിവെച്ച് ഇതാക്കി എടുത്താണ് നമ്മൾ ഇഞ്ചക്റ്റ് ചെയ്യുന്നത്. അതിന് ഇന്നതാണെന്നും അവർക്ക് കൃത്യമായിട്ട് അറിയണം. അതിനാണ് അവർ പറയുന്നത് നമ്മൾ ചെല്ലുമ്പോൾ പാമ്പിനെ കൂടെ കൊണ്ടുപോകണം, അല്ലെങ്കിൽ പാമ്പിനെ പിടിച്ചു കൊണ്ടുചെല്ലണം. ഇവിടെ അതിന് വ്യത്യസ്തമാണ്. ആരെങ്കിലും ഒരാൾ എന്നെ ഇന്ന പാമ്പാണ് കടിച്ചത് എന്ന് പറഞ്ഞു വന്നാൽ ആ ആളെ വിഷം ഇറക്കില്ല, നിർബന്ധമാണ്. കാരണം അത് ദൂതലക്ഷത്തിൽ പറയുന്നുണ്ട്, അങ്ങനെ പറഞ്ഞു വന്നാൽ ഒരു കാരണവശാലും ആ വിഷം ഇറക്കാൻ പാടില്ല. പിന്നെ വിഷത്തിൻ്റെ കാഠിന്യം നോക്കാനുള്ള സംവിധാനങ്ങൾ, അതായത് തളം വെക്കുക, കണ്ണിൽ അഞ്ജനം എഴുതുക എന്ന് പറയും. വിഷത്തിൻ്റെ കാഠിന്യം അറിയാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ആ മരുന്ന് നമ്മൾ കണ്ണിലോട്ട് എഴുതിയാൽ അത് കുരുമുളക് അതിൻ്റെ എണ്ണം കൂട്ടി കണ്ണിൽ എഴുതുമ്പം നമുക്കറിയാം ആളിന് യാതൊരു എഫക്റ്റീവ് ഇല്ലെങ്കിൽ വിഷമുണ്ടു എന്ന് ഉറപ്പാണ്. അല്ലെങ്കിൽ അവർ കിടന്നിപ്പം മറ്റെന്തെങ്കിലും സംശയകരമായിട്ട രീതിയിലാണ്, നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് ഒരു പാമ്പ് കടിച്ചതെങ്കിൽ ഈ അഞ്ജനം എഴുതുന്ന സമയത്ത് ഇയാൾ കിടന്ന് പൊളഞ്ഞു കളയും. കണ്ണിനകത്തല്ലേ ഇത് എഴുതുന്നത്, കുരുമുളക് ചേർത്താണ് എഴുതുന്നത്. അങ്ങനെ അത് മനസ്സിലാക്കിയതിന് ശേഷമാണ് അടുത്ത ട്രീറ്റ്മെൻറ്റിന് വേണ്ടി അവിടെ തന്നെ, അതായത് ആ വീട്ടിൽ തന്നെ നിർത്തിയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ആൾക്കാരുണ്ടാകും, ഇയാൾ ഉറങ്ങാൻ പാടില്ല, അങ്ങനെ കുറേ നിബന്ധനകൾ. ഇപ്പം നമ്മൾ വിഷമിറക്കാൻ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ആളിനെ ഈ വിഷം ഇറങ്ങുന്നത് വരെ നമ്മൾ ഉറക്കത്തില്ല. അപ്പോൾ അതിന് അവരുടെ ആൾക്കാരെ വിളിച്ചു വരുത്തിയിരിക്കും. രാത്രിയിൽ ഒട്ടും ഉറക്കാതെ ഒരു നിശ്ചിത 3, 4, 7 അത് വിഷത്തിൻ്റെ ആഘാതം അനുസരിച്ച് എന്നിട്ട് മരുന്ന് കൊടുത്തുകൊണ്ടേയിരിക്കും. ഈ കോളുവായിലിടും. ഇതിനോടൊപ്പം മന്ത്രങ്ങൾ നമ്മൾ ചൊല്ലിക്കൊണ്ടേയിരിക്കും. മന്ത്രത്തിന് 2 ഉപയോഗമാണ്. ഒന്ന് ഈ ദംഷ്ടാവിനെ, അതായത് ഈ കടിയേറ്റ ആളിൻ്റെ മാനസികാവസ്ഥയെ ശരിക്കും ഈ സന്തുലനാവസ്ഥയിൽ എത്തിക്കുകയാണ് ഈ മന്ത്രത്തിൻ്റെ ലക്ഷ്യം. അതുകൂടാതെ മന്ത്രം ചൊല്ലുന്നതിലുള്ള ആവർത്തി, ഇതെല്ലാം ഇതിനകത്ത് ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ അങ്ങനെ അത് തുടരെ ചെല്ലുകയും ഈ മരുന്ന് ലേപനം ചെയ്യുകയും അകത്ത് കൊടുക്കുകയും ഒക്കെ ചെയ്യും. അതിൻ്റെ മെഡിസിനുകളെല്ലാം നമ്മൾ വീട്ടിൽ തന്നെ ആയിരുന്നു നട്ടു വളർത്തിയിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇത് ഇത്ര ദിവസം കഴിയുമ്പോൾ ഈ വിഷകാരിക്ക് മനസ്സിലാവും ഈ വിഷം ഏതാണ്ട് ഏറെക്കുറെ ഇറങ്ങി. അതിനുശേഷം ധാര കോരുക എന്നൊരു സമ്പ്രദായമുണ്ട്. അപ്പോഴാണ് നമുക്ക് ക്ലിയർ ആവുന്നത്. ധാര കോരുക എന്ന് പറയുന്നത് നമ്മൾ അന്നത്തെ കാലത്ത് നമ്മൾ ആ കടിച്ച ആളിനെ ഒരു ഉരളിൽ ചാരി ഇരുത്തിക്കൊണ്ട്, അന്നതൊക്കെയാണ് സംവിധാനങ്ങൾ, മുകളിൽ ഒരു വട്ടക വെച്ച് വട്ടകയ്ക്കുള്ളിൽ ഒരു കിണ്ടി കമത്തി വെക്കും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഉച്ചിയിലേക്ക് വെള്ളം വീഴത്തക്ക രീതി. എന്നിട്ട് ഈ വട്ടകയ്ക്കുള്ളിലേക്ക് വെള്ളം, അതായത് മിക്കവാറും കരിങ്കോഴി അറുത്തിട്ടാണ് അതിൻ്റെ രക്തം ഈ കുട്ടകത്തിൽ വെള്ളം നിറച്ച്, അപ്പോൾ അത് കോരാൻ അടുത്തന്നെ കുളമുണ്ട്, കോരാൻ ആൾക്കാരെ നിർത്തിയിരിക്കുക. കിണർ സമ്പ്രദായങ്ങൾ കുറവാണ്. അപ്പോൾ ഈ കുട്ടകത്തിൽ ഈ കോഴി അറുത്ത് വെള്ളം എല്ലാം നിറച്ച് ഈ രക്തം കലർന്ന വെള്ളമാണ് ഈ കിണ്ടിയിലൂടെ സൈഫൺ രീതിയിൽ ഇയാളുടെ തലയിൽ അത് ധാരമുറിയാതെ വീണുകൊണ്ടിരിക്കും. ഇയാൾ എപ്പോഴാണ് കിടുങ്ങാൻ തുടങ്ങുന്നത്? അപ്പം വിഷം ഉണ്ടെങ്കിൽ ഇയാൾ കിടുങ്ങില്ല.
അപ്പോൾ അതിന് കണക്കുണ്ട്. പിന്നെ ഇത്ര കുടം വെള്ളം ചെമ്പോടത്തിൽ കൊണ്ടുവരുന്ന ഇത്ര കുടം വെള്ളം വീഴുമ്പോഴത്തേക്ക് ഈ ആൾ കിടുങ്ങി തുടങ്ങണം. അത് ചിലപ്പം ഇച്ചിരി കൂടിയൊക്കെ വരാം. ആ കിടുങ്ങുന്ന വരെ ഈ വെള്ളം കണ്ടിന്യൂ അപ്പോഴത്തേക്ക് നമ്മൾ കുളത്തിൽ നിന്ന് വെള്ളം ഇങ്ങനെ കോരി കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും, കൊട്ടകത്തിൽ ഒഴിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ കിടുങ്ങിക്കഴിഞ്ഞാൽ ഈ ആൾ ഓക്കെ പെർഫെക്റ്റായിരുന്നു. അപ്പോഴേ ആളിനെ പറഞ്ഞു. ഇതിന് നമ്മൾ പിന്നെ ഒന്നും വാങ്ങില്ല, പൈസ വാങ്ങില്ല. ദക്ഷിണ എന്തെങ്കിലും തന്നിട്ട് പോയാൽ അത് സ്വീകരിക്കും എന്നുള്ളതല്ലാതെ ഇതിന് സാമ്പത്തികമില്ല. ഇന്ന് പിന്നെ എല്ലാം സാമ്പത്തികമാണല്ലോ. മറ്റേത് ഒരിക്കലും 1 രൂപ പോലും സാമ്പത്തികം എനിക്കിത്ര വേണം ഇതെങ്കിലും ഞാൻ ഇറക്കൂ, ആ ഒരു സമ്പ്രദായം ഇവിടെ നടത്തിയിട്ടില്ല. ഇല്ലെങ്കിലില്ല, ഉണ്ടെങ്കിലുണ്ട്. അത്രയേ ഉള്ളൂ. തന്നാലും ഒന്നുമില്ല, തന്നില്ലെങ്കിൽ സന്തോഷം. ഇതിനെ നമുക്ക് എന്തെങ്കിലും അപാകത കാണിച്ചാൽ രണ്ടാമത് ഈ ആളിനെ വിഷം വീണ്ടും തൂണ്ടും. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. എൻ്റെ അറിവിൽ 3 പ്രാവശ്യത്തോളം സർപ്പദംശനം അയറ്റി തിരിച്ച് വീണ്ടും വന്നവരുണ്ട്. അത് ചില്ലറ കാര്യങ്ങളാണ്. കാരണം അന്ന് ഞങ്ങളുടെ കുടുംബം നിൽക്കുന്ന എല്ലാവരും കൂടെ ഒന്നിച്ചൊരു കൂട്ടുകുടുംബം പോലെ. അന്ന് ഇവർ അറക്കുന്ന കോഴിയെ ഇവിടെ ഇട്ടിട്ടാണ് പോകുന്നത്. ഇവർ സാധാരണ ചിലരെന്ത് ചെയ്യും, ആ കോഴിയെ കൂടെ കൊണ്ടുപോകും. അപ്പോൾ ഇവിടെയുള്ള പിള്ളേർക്കൊക്കെ ഇത് ഇഷ്ടമാണ്. അപ്പം ഇവരിൽ വലിയ ആഗ്രഹിച്ചിരിക്കുകയല്ലേ, നമുക്കിന്ന് ഇറച്ചി അല്ലാതെ പിന്നെ ഇത് അപ്പോൾ പിന്നെ അവരാരും ഒന്നും മത്സ്യമാംസാദിയൊന്നും കഴിക്കത്തില്ല. കുട്ടികൾക്ക് ഇഷ്ടമായതുകൊണ്ട് ഇവരിങ്ങനെ ആഗ്രഹിച്ചിരിക്കും. ഇവരിതിനെ എടുത്തുകൊണ്ട് പോകും. അങ്ങനെ തിരിച്ചു വന്നിട്ടുണ്ട്. പല കേസും തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ലാസ്റ്റ് പറയും നിങ്ങളെ കോഴിയെ കൊണ്ടുപോകരുത്, അവർ ഇട്ടിട്ട് പോകണമെന്ന് പറയും. അങ്ങനെ തിരിച്ചു പോയിട്ടുണ്ട്. പിന്നെ എൻ്റെ കുടുംബത്തിൽ എൻ്റെ അമ്മ 7 പ്രാവശ്യം കടിച്ചതാണ്. ഈ ദൂതലക്ഷണം തെറ്റി അറിയാതെ നമ്മൾ വിഷം ഇറക്കി കഴിഞ്ഞാൽ വീട്ടിൽ ഒരംഗത്തെ കടിച്ചിരിക്കും. അങ്ങനെ 7 പ്രാവശ്യം പാമ്പ് കടിച്ചു. 7ാമത്തെ പ്രാവശ്യം കടിക്കുന്ന തലയുടെ ഉച്ചിയിലാണ്. 21 ദിവസം കിടന്നു. അപ്പം ആൾ പക്ഷേ ഈ അപ്പൂപ്പൻ്റെ ആ മെഡിസിൻ്റെ ആ പ്രത്യേകതയിലാണ് രക്ഷപ്പെട്ടത്. ആൾ അബോധാവസ്ഥയിലായിരുന്നു. പിന്നെ ഒരു ദിവസം രാത്രിയിലാണ് ബോധം വീണ് ആൾ ഒരു പുനർജന്മം ഈ രീതിയിൽ തിരിച്ചു വരുന്നത്. അങ്ങനെയൊക്കെ ഒരുപാട് അനുഭവങ്ങൾ. അതുപോലെ പാമ്പ് തല തല്ലി ചത്തിട്ടുണ്ട്. അത് ഈ പാമ്പിനെ വരുത്തി വിഷമിറക്കുന്ന അത് അപ്പൂപ്പൻ്റെ അത് ചെയ്തിരുന്നത്. അപ്പൂപ്പനായിട്ട് ചെയ്യാറില്ലായിരുന്നു അല്ലേ? അപ്പൂപ്പൻ അത് ചെയ്തിട്ടില്ല. അത് വലിയ കുഴപ്പമാണ് അങ്ങനെ ചെയ്ത്. അതായത് അതിൻ്റെ പ്രതിവിധി എന്ന് പറയുന്നത് തന്നെ ഇതിനെ വരുത്തുന്നതെന്ന് പറയുന്നത് എള്ളും അരിയും നെല്ലും മന്ത്രം ജപിച്ചിട്ട് വാരി എറിയുകയാണെന്നാണ് പറയുന്നത്. എറിഞ്ഞു കഴിഞ്ഞാൽ ഇത് കടന്തലായിട്ട് പോയി. അപ്പോൾ ഈ വിഷമിറങ്ങരുതെന്ന് മനഃപൂർവ്വം ഈ പാമ്പ് ചിന്തിച്ചിട്ട് കടിച്ചതിന് ശേഷം പോയി എവിടെങ്കിലും കാഞ്ഞരത്തിലോ ഈ പാലയിലോ തല കീഴായി ചുറ്റിക്കിടക്കും. ആ വിഷം ഇറക്കാൻ പറ്റത്തില്ല. അപ്പോൾ ചെയ്യുക എന്ന് പറയുന്നത് ഈ പ്രയോഗം ചെയ്തു കഴിയുമ്പോൾ ഈ കടന്തൽ പോയാണ് ഇതിനെ കുത്തി ഇറക്കി ഇത് തിരിച്ചിവിടെ വരും. തിരിച്ചു വരുന്ന അവസരത്തിൽ ഇവിടെ നമ്മൾ ചാണപ്പാൽ കലക്കി വെച്ചിരിക്കും. ഇത് വന്ന് ഈ ആളിനെ തിരിച്ചു കൊത്തും, വീണ്ടും കൊത്തി ഈ വിഷം തിരിച്ച് വലിച്ചെടുക്കുകയാണ് എന്നാണ് അന്ന് സംഭവം. ശരിയാണ്, നമ്മൾ ഇന്നത് ആരും വിശ്വസിക്കുന്നില്ലെന്ന് മാത്രം. എന്നിട്ട് ഈ പാമ്പ് അവിടെ ഈ നൂറുംപാലിനകത്ത് ഇറങ്ങി കുളിച്ച് അവിടെ തലതല്ലി അവിടെ മരിക്കുകയാണ്. കാരണം ഒരു പാമ്പ് ജനിക്കുക എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഒരു കർമ്മത്തിന് വേണ്ടിയാണ്. അപ്പോൾ ആ ആളെ കൊല്ലുക എന്നുള്ളതാണ് ഈ പാമ്പിൻ്റെ ദൗത്യമെങ്കിൽ ആ ആൾ മരിച്ചില്ല എങ്കിൽ ഈ പാമ്പ് മരിക്കുക എന്നുള്ളതാണ്. അതാണിത് തമ്മിലുള്ള അതിനാണ് ഇവിടെ ഇയാൾ സ്വയം മരിക്കുക. അതുകൊണ്ടാണ് പറയുന്നത് വേണ്ട വിഷമിറക്കണ്ട, ആ കുടുംബം അന്യാധീനപ്പെട്ടു പോകും, നശിച്ചു പോകും. അപ്പം അങ്ങനെ അത് ചെയ്യാറില്ല. ഇത് കൃത്യമായിട്ട് അതിന് നമുക്കൊരു ഗ്രന്ഥം തന്നെ ഉണ്ട്. ഇപ്പം ഇന്ന് നിലവിലുള്ളതാണ്. അതിൻ്റെ പേര് പന്നകശാസ്ത്രമല്ല, ആയുർവേദവും ഇതും കൂടെ ചേർത്ത ഒരു ഗ്രന്ഥമുണ്ട്, രണ്ടും കൂടെ ഒന്നിച്ച്. അതായത് ആയുർവേദത്തിൽ ഏതെങ്കിലും രൂപത്തിൽ ആ വ്യാധിയെ മാറ്റാൻ പറ്റിയില്ല എങ്കിൽ അതിനർത്ഥം ഈ ആൾക്ക് കർമ്മദോഷമുണ്ട്. അപ്പോൾ ഈ കർമ്മദോഷം ഏതാണെന്ന് കണ്ടുപിടിച്ച് സിംഹാവലോകനം കണ്ടുപിടിച്ചിട്ട് അതിനനുസരിച്ച് വേണം ഈ കർമ്മം ചെയ്യാൻ. അപ്പം ആയുർവേദം അത്രത്തോളം വിപുലമാണിത്, അന്നത്തെ ആയുർവേദം. അപ്പം അതിൻ്റെ ഒരു ഘടകം മാത്രമാണ് ഈ
പിന്നെ സർപ്പദംശനത്തിൽ വരുന്ന ഈ വിഷം ഇറക്കുക എന്നുള്ളത്. അതിന് ഈ ആചാര്യന്മാർ വളരെ പെർഫെക്റ്റാണ്. ഇന്ന് ശാസ്ത്രം പറയുന്നത് അങ്ങനെയല്ലല്ലോ. അന്ന് ചേരയോ വല്ലതും ആയിരിക്കും കടിച്ചത്, അതുകൊണ്ടായിരിക്കും അവർ രക്ഷപ്പെട്ടു പോയത്. പക്ഷെ അന്ന് ഇതില്ലല്ലോ. ഇപ്പോൾ ഇത് വന്നിട്ടൊരു 50 വർഷത്തിൽ കൂടുതലായില്ലല്ലോ ഈ ആൻറ്റിവെനം വരാൻ തുടങ്ങിയിട്ട് പോലും. അതിനു മുമ്പെല്ലാം ഇങ്ങനെയാണ് പോകുന്നത്. അല്ല, അതും ഈ പ്രതിവർഷം തന്നെയല്ലേ അതും? അതെ അതെ, പ്രതിവിഷം. അതായത് ഈ പാമ്പ് വിഷത്തിന് കൊടുക്കുന്ന മരുന്നെന്ന് പറഞ്ഞാൽ അത് നമ്മൾ കഴിച്ചാൽ മരിക്കും. കാരണം നീലേമരിയാണ് മെയിൻ. നീലേമരി പോയിസണാണ്. അപ്പം ഒരു ചെറിയ രീതിയിൽ ഇത് പറയാം. നീലേമരിയുടെ തെക്കോട്ട് പോകുന്ന പേര് നന്മേനി വാഹ. പിന്നെ കാഞ്ഞരത്തിൻ കളിയെടുക്കും. അതായത് കാഞ്ഞരം ഇല്ലേ, അതിൻ്റെ കായുണ്ട്. കായ്ക്കകത്ത് ഇങ്ങനെ ഒരു വെള്ള കൊഴുപ്പായിട്ടൊരു സാധനമുണ്ട്. ഇത് ഉണക്കി വെച്ചേക്കും. ഇത് ഭയങ്കര ഗന്ധമായി സാധനത്തിന്. പക്ഷെ അതിന് കയ്പില്ല. നമ്മൾ കഴിച്ചാൽ കഴിക്കത്തില്ല. പക്ഷെ നമുക്ക് തോന്നും, നാക്കിൽ പോലും തൊടാൻ തോന്നത്തില്ല. അതും പോയിസണാണ്. പിന്നെ ചെമ്പിൻ്റെ ക്ലാവ്. പണ്ട് നാണയമായിരുന്നില്ലേ, ചെമ്പ് നാണയങ്ങൾ. അപ്പോൾ അതെപ്പോഴും അവിടെ സ്റ്റോക്ക് കാണും. ഈ ക്ലാവിച്ച ചെമ്പ് ഉരച്ച് ഈ ക്ലാവോട് എടുത്തിട്ടാണ് ഈ മെഡിസിൻ. ഓരോ പാമ്പിന് പ്രത്യേകമാണ്. ഈ നന്മേനി വാഹ ഈ തുടങ്ങിയ സാധനങ്ങളെല്ലാം കൂടെ മിക്സ് ചെയ്താണ് അകത്ത് കൊടുക്കുന്നതും ഈ പറഞ്ഞ ലേപനം ചെയ്യുന്നതും. ഈ കടിച്ചെടുത്ത് ലേപനം ചെയ്യും. അക്കൂട്ടത്തിൽ കുടുക്കമൂലിയും ഇതിനകത്തിൽ ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത മെഡിസിനാണ്. പിന്നെ മറ്റ് പാമ്പുകൾക്ക് ഇതിൻ്റെ അളവ് കൂട്ടിയും കുറച്ചും അത് അവരുടെ പിന്നെ അവർ നിശ്ചയിക്കുന്നതാണ്. ആ രോഗിയുടെ അവസ്ഥയും വിഷത്തിൻ്റെ കാഠിന്യം. അവസ്ഥ മീൻസ് വിഷത്തിൻ്റെ കാഠിന്യം. അതിനാണ് ഈ കാഠിന്യം ആദ്യമേ തന്നെ മനസ്സിലാക്കുന്നത്. ഇതിനെത്രത്തോളം കാഠിന്യമുണ്ട്. അത് ഈ നസ്യം ചെയ്യുമ്പോഴും അഞ്ജനം എഴുതുമ്പോഴും ഒക്കെ മനസ്സിലാകും. ഇത്രയും പ്രക്രിയ ചെയ്തതിന് ശേഷമാണ് ഇത് തുടങ്ങുന്നത്. സാധാരണക്കാർ പേർക്ക് അങ്ങോട്ട് ചെല്ലുമ്പോഴേ 2 ഗുളിക അരച്ച് കൊടുത്തു വായിലിട്ടു, അങ്ങനല്ല. ഇത് ഒരാഴ്ച അല്ലെങ്കിൽ ആ വിഷത്തിൻ്റെ അനുസരിച്ച് 3 ദിവസം മുതൽ ഒരാഴ്ച വരെയുള്ള പ്രോസസ്സിങ്. അത്രയും ദിവസം ഈ ആൾ ഉറക്കില്ല. രാത്രി അവരുടെ ബന്ധുക്കൾ കൂടെ ഇരുന്നോണം. നമുക്ക് പറ്റില്ലല്ലോ അവരെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവർ കൂടെ വരും. അവരുടെ ഭക്ഷണങ്ങളടക്കം നമ്മൾ നമ്മുടെ വീട്ടിലാണ് ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ അതന്നേരം കുറേ ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ അതൊക്കെ ചെയ്യാൻ. പക്ഷേ ഇതെല്ലാം ഫ്രീ ഓഫ് കോസ്റ്റാണ്. ഒന്നും വാങ്ങില്ല. ആളെ രക്ഷിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇതിൽ കടിക്കുന്ന ഞാൻ പറഞ്ഞില്ലേ, ഈ കള്ളൻ എന്നാ പറയുന്ന കള്ളം ഉള്ള പാമ്പുകളാണ്. മീൻസ് സർപ്പമല്ല. അവരാണ് ഈ ചാടിക്കയറി കടിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ആ വിഷം ഇറക്കാം. അപ്പോൾ അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്ത് ഈ ജീവൻ രക്ഷിച്ചെടുക്കുക എന്നുള്ളതാണ്. ഒരാളെ മരിച്ചു എന്ന് പെട്ടെന്ന് വിധി എഴുതില്ല. ഈ സർപ്പദംശനം വെച്ച ആൾ മരിച്ചു എന്ന് നമുക്ക് തോന്നുന്നെങ്കിലും ഇയാൾ മരിച്ചു കാണില്ല. അപ്പോൾ അങ്ങനെ വരുന്ന കേസുകൾ മനസ്സിലാക്കി അതിന് കുറേ ടെസ്റ്റുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ വെള്ളത്തിൽ കൈ മുക്കിയതിന് ശേഷം നനവോടുകൂടി തുടയിൽ ഇങ്ങനെ തടകുന്നുണ്ട്. ഈ രോമം എഴുന്നു വരുന്നുവെങ്കിൽ ഈ ആൾ മരിച്ചിട്ടില്ല. പിന്നെ ആളിനെ വെള്ളത്തിലിട്ടതിന് ശേഷം തുടയിൽ തട്ടും. അപ്പോൾ പൊന്തമാണ് കേൾക്കുന്നതെങ്കിൽ, ഇതൊക്കെ ഞാൻ അവിടെ കേട്ട് പഠിച്ചതാണ്, സൗണ്ടാണ് കേൾക്കുന്നതെങ്കിൽ ആൾ മരിച്ചു. അതല്ല നമ്മൾ ദേഹത്തടിക്കുമ്പോൾ ഒരു പതിഞ്ഞ അങ്ങനെയാണെങ്കിൽ ആൾ മരിച്ചിട്ടില്ല. അവർക്ക് മെഡിസിൻ. പക്ഷേ ഇവർക്ക് വായിലൂടെ കൊടുക്കാൻ പറ്റില്ല. കാരണം ഇവർക്ക് ബോധം കാണില്ല, മരിച്ച നിലയിലായിരിക്കും കിടക്കുന്നത്. അവർക്ക് കൊടുക്കാനാണ് തങ്കഭസ്മം എന്നൊരു മെഡിസിനുണ്ട്. അത് ഭയങ്കര കോസ്റ്റ്ലിയാണ്. അതൊന്നും എൻ്റെ അപ്പൂപ്പൻ ഉണ്ടാക്കിയിട്ടില്ല. മീൻസ് ഈ നവരത്നങ്ങളെയാണ് ഇത് പൊടിച്ച് അതിനോടുകൂടി മെഡിസിനും ചേർത്ത് 7 ഇഴയുള്ള തുണിക്കകത്ത് അരിച്ചാണ് ഈ പൊടി എടുക്കുന്നത്. എടുത്തതിന് ശേഷം ഇതിനെ മന്ത്രങ്ങളോടുകൂടി ഒരു കുഴിയിൽ, മൺകുടത്തിലൊരു കുഴിയിൽ വെച്ചതിന് ശേഷം കാഞ്ഞരത്തിൻ വിറവ് അതിൻ്റെ മണ്ടയ്ക്ക് ഇട്ട് തീ കത്തിക്കും. 21 ദിവസം കത്തിക്കും. ഈ 21 ദിവസം ഓരോ മണിക്കൂറിൻ്റെ ആ ടൈമിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് കൊണ്ടുവന്ന് അവസാന ദിവസം 1 മണിക്കൂറാക്കി. അപ്പോൾ നാഴിക കണക്കായത് 1 നാഴികയാക്കിയതിന് ശേഷം ഈ സ്ഫുടം ചെയ്തെടുത്ത ഈ മെഡിസിൻ ഏതെങ്കിലും ഒരു ശിവക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് തുറന്ന് ഈ ഭസ്മം ഇട്ട് വെച്ചാൽ ഈ പറഞ്ഞ ആളിൻ്റെ നെറ്റിക്ക് തൊട്ടാൽ മതി, ആൾ ജീവിച്ചു വരും. അപ്പം അങ്ങനെ ഈ തങ്കഭസ്മം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഈ പറയുന്ന മെഡിസിൻ ഒന്നുമില്ലാതെ തന്നെ ഈ വിഷം ഇറക്കാവുന്നതാണ്. അതിന് തങ്കഭസ്മം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു നിലയിലാണ് ഇത് നടന്നു പോകുന്നിരുന്നതും. പക്ഷേ ഇവിടെ കൂടുതലും കൊടുത്തിരുന്നത് ഈ പറഞ്ഞ
സാധാ മെഡിസിനാണ്. ആദ്യം പറഞ്ഞിരുന്ന മെഡിസിനുകളും, അതായത് പച്ചമരുന്നുകളും മന്ത്രങ്ങളും ഒക്കെ ആയിട്ടാണ്. ഈ മന്ത്രം കൊണ്ട് തന്നെ ആദ്യം തന്നെ പകുതി വിഷം ആളുടെ, കാരണം ആളുടെ ഭയം മാറ്റുക എന്നുള്ളതാണ്. വന്നാലുടൻ തന്നെ ഈ മന്ത്രം ഓതുകയാണ്. എത്ര സമയം മന്ത്രം ഓതുക, അപ്പോൾ തന്നെ ഇയാളുടെ പകുതി വിഷം കുറയും. കാരണം ഇന്നാരാണല്ലോ ഈ മന്ത്രം ചൊല്ലിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെ ഈ ആളിൻ്റെ പകുതി വിഷം കുറയും. ബാക്കി പിന്നെ മെഡിസിൻ കുറച്ച് മതി. ആളിൻ്റെ മനസ്സിനെ ശക്തിപ്പെടുത്തിയതിന് ശേഷമാണ് ഇത് തുടങ്ങുന്നത്. അപ്പോൾ തന്നെ ഈ വിഷകാരിക്ക് അറിയാം ഇയാളൊക്കെ ആയെന്ന്. പിന്നെ സിമ്പിളാണ്, വളരെ പെട്ടെന്ന് തന്നെ മെഡിസിൻ കൊടുത്ത് ഈ പറഞ്ഞ രീതി മുമ്പോട്ട് പോകും. ഇങ്ങനെ പരിപൂർണമായിട്ട് അങ്ങനെ എൻ്റെ വീട്ടിൽ വെച്ച് എൻ്റെ അറിവിൽ ആരും മരിച്ചിട്ടില്ല. ഒരുപാട് കേസുള്ളൂ. സാറ് കണ്ടിട്ടുണ്ടല്ലേ? ധാരാളം ആളുകളെ കണ്ടിട്ടുണ്ട്. അന്ന് ഞങ്ങൾ അവിടെ താമസിക്കുന്നത് എൻ്റെ ചെറുപ്പത്തിൽ. അപ്പം ഞങ്ങൾ തന്നെ കളിക്കുന്നത് ഈ ഒരു പാമ്പ് കടിയേറ്റ് വരുന്നവരെ ചികിത്സിക്കുന്ന രീതി, ഇതൊക്കെ ഞങ്ങൾ ചേട്ടനും ഒരു കുടുംബമാണല്ലോ കളിക്കുന്നത്. അപ്പം ഈ അപ്പൂപ്പനൊക്കെ നോക്കിയിരുന്ന് കണ്ടിച്ചിരിക്കും. കാരണം ഇത് കേട്ട് പഠിച്ചാൽ ഞങ്ങളും ചെയ്യുന്നത്. കടിച്ചിട്ട് തരപ്പുണ്ടോ തലയ്ക്ക്, ഇതെല്ലാം എൻ്റെ ലക്ഷണമാണ്, തലയ്ക്ക് പെരുപ്പുണ്ടോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ചോദിക്കും. അപ്പോൾ ഈ വരുമ്പം അപ്പൂപ്പന് ചോദിക്കുന്ന ഇതാ, കടിക്കുന്നിടം ഇങ്ങനെ വീണ്ടു കീറുന്ന പോലെ വേദനയായിരിക്കും ഈ വിഷമുണ്ടെങ്കിൽ. അപ്പോൾ അരപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ അവർക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയായിരിക്കും. പിന്നെ തല പെരുക്കും. ഈ ഇത് തലച്ചോറിലേക്കാണ് ഈ കയറി പോകുന്നത്. അപ്പോൾ ഈ തലയ്ക്ക് ഭയങ്കര പെരുപ്പായിരിക്കും. ഇത് രണ്ടും ഉണ്ടെങ്കിൽ തന്നെ നിശ്ചയം ഈ ഇതിൽ വിഷമുണ്ടെന്നുള്ളത്. അങ്ങനെ കുറേ ചോദ്യങ്ങളും എല്ലാം ചോദിച്ച് ഈ ദൂതലക്ഷണം എല്ലാം കണ്ടതിന് ശേഷം പറയും ഓക്കെ നമുക്ക് ചെയ്യാമെന്ന് പറയും. അങ്ങനെ ചെയ്യാൻ തുടങ്ങും. ഇപ്പോൾ ഈ ഒരു തറവാട്ടിൽ അത് കഴിഞ്ഞിട്ട് ഉണ്ടാക്കിയതാവണം ഇതും ഇത് പഴക്കമുള്ള എൻ്റെ അപ്പൂപ്പൻ്റെ അപ്പൂപ്പനാണ് ഇത് ചെയ്തത്. അപ്പൂപ്പൻ്റെ അമ്മാവൻ അന്ന് മരുമക്കത്തായ സമ്പ്രദായമാണ്, അദ്ദേഹമാണ് ഇത് ചെയ്തത്. ഈ വീട് ഇവിടെ ഈ ഒരു തറവാട്ടിൽ വെച്ചാണ് നമ്മൾ ആ ഒരു പണ്ട് കാലത്തെ ആ ഒരു ട്രീറ്റ്മെൻ്റ് ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അല്ലാതൊരു വീടുണ്ട് അപ്പൂപ്പൻ രണ്ടാമത് പിന്നെ താമസിച്ചിരുന്ന ഒരു വീടുണ്ടായിരുന്നു, നല്ല വീട്ടിൽ നിന്നും പറഞ്ഞിട്ട്, നല്ല വീട്ടിൽ. അതതിൻ്റെ അപ്പുറത്ത് അതെല്ലാം പൊളിച്ചു. ആ വീടൊക്കെ മുടിഞ്ഞ് നാശമായിപ്പോയി. പഴയ കാലത്തെ ഇതുകൊണ്ട് അതൊക്കെ കൊണ്ടാണ് അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞ് വേണ്ട പഠിക്കണ്ടേ. അപ്പോൾ അപ്പൂപ്പൻ വളരെ നിർബന്ധിച്ചു, പഠിക്കുക, നീ ഒരു തലമുറയിൽ ഒരാളെങ്കിലും ബാലൻസ് വരട്ടെ, വേണ്ടെന്ന് പറയും. അങ്ങനെയാണ് അമ്മ ആ ഗ്രന്ഥങ്ങൾ പോലും എടുത്ത് അവിടെ കൊണ്ടുവച്ചു. അങ്ങനെ ഞാൻ അതിലോട്ട് പിന്നെ പോയില്ല. അപ്പോൾ ആദ്യത്തെ കുറേ മെഡിസിനൊക്കെ പഠിച്ചു വന്നു, കുറേ മന്ത്രങ്ങൾ ഇതെല്ലാം ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ വന്നു. അപ്പം ഇവിടെ ഇത് മാത്രമല്ല, നമ്മുടെ വിഷവൈദ്യം മാത്രമല്ല, ഏത് പ്രാണികൾ കടിച്ചാലും, ചലന്തി വിഷത്തിനൊക്കെയാണ് നമ്മൾ ഒരുപാട് ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഏത് ചലന്തി കടിച്ച്, ഇപ്പം നോക്കിയാൽ ചാവുന്ന ചലന്തിയുണ്ട്, അത്ര പോയിസണുള്ള ചലന്തികളുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന ചലന്തി വിഷം എൻ്റെ അമ്മൂമ്മയാണ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം അമ്മൂമ്മയ്ക്കൊരു ഉപാസന ഉണ്ടായിരുന്നു, ഈ ചലന്തി അമ്പലം അറിയാമോ? അടൂര്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞങ്ങളുടെ തറവാട്. അമ്മൂമ്മ ഒരു ഭസ്മം ഇട്ടാൽ മതി, ഈ ചലന്തി വിഷം അപ്പോഴേ ക്ലിയർ ആകും. പിന്നെ അമ്മൂമ്മ ഒരു ദേവി ഉപാസനയുണ്ട്, ആ ദേവിയാണ് ഇവിടെ ഇരിക്കുന്നത്. അമ്മൂമ്മയ്ക്കൊരു ദേവി ഉപാസനയുണ്ട്. ആ ഭഗവതിയാണോ? അല്ല, ആ ഭഗവതിയല്ല. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഈ ചാമക്കാവിലെ ദേവിയുടെ അനിയത്തിയാണ്. ചാമക്കാവിൽ ശാർങ്ങരവക്കാവിൽ അവിടുത്തെ ദേവി, അതെല്ലാം ഞങ്ങൾ ആ പരമ്പരയിൽപ്പെട്ടതാണ്. ആ ദേവിയുടെ അനിയത്തിയാണിത്. അപ്പോൾ ഇത് എൻ്റെ അമ്മൂമ്മയുടെ കൂടെ പോകുന്നതാണ്. അപ്പോൾ അവിടെ അന്ന് ഇവിടെ അമ്പലം ഉണ്ടാകുന്നതിന് മുൻപ് എൻ്റെ അമ്മൂമ്മ എവിടെ പറയുന്നോ അവിടെ ഒരു പീഠമൊക്കെ ആയിട്ട് അവിടെ ഇരുത്തിയിരിക്കും. അപ്പോൾ ആൾക്കാർ വരുന്ന ഉടനെ പുള്ളിക്കാരി ഈ പ്രശ്നം പോലെ, അപ്പോൾ അന്ന് അന്യഭാഷയിൽ സംസാരിക്കും. അന്നൊക്കെ ഞങ്ങൾ തമാശോ അമ്മമ്മ എന്തോ സംസാരിക്കുന്നത്, അകത്ത് കയറി തന്നെ ആ പൂജാമുറിയുണ്ട്, പൂജാമുറിക്ക് അകത്ത് കയറിയിട്ട് ഇവർ തമ്മിൽ സംവാദമുണ്ട്. നമുക്ക് പുറത്തേക്ക് ഇതൊക്കെ കേൾക്കാം, പക്ഷെ മനസ്സിലാവില്ല. ഈ സംവാദം കഴിഞ്ഞതിന് ശേഷമാണ് അമ്മൂമ്മ വെളി വന്നിട്ട്, അപ്പോൾ ആൾക്കാർ നിരന്തരം വരും പ്രശ്നം വെക്കാനായിട്ട്. അമ്മൂമ്മ സംസാരിക്കുന്നത് ഇത് ഇന്നതാണ് കുഴപ്പം, ഇന്ന രീതിയിൽ നിങ്ങൾ പോയി ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവർക്കൊരു ഇത് കൊടുത്ത് വിടുവാണ്. എന്ത് വേണം അത് ഇന്ന രീതിയിൽ ചെയ്യാൻ പറയും. അത് അമ്മൂമ്മ തന്നെ പോയി ചെയ്യാറുണ്ട് ചിലയിടങ്ങളിൽ. ഇതെല്ലാം ഫ്രീ ഓഫ് കോസ്റ്റാണ്. അപ്പോൾ അല്ലെങ്കിൽ പറയാം നമുക്ക് എന്തെങ്കിലും സാമ്പത്തികത്തിനാണ് പോകുന്നത്, അതിന് കള്ളം അതില്ല, ഇങ്ങനെയാണ് ചെയ്തു പോകുന്നത്. നമ്മുടെ ധർമ്മമാണ്. അപ്പോൾ ഈ ഉപാസനാമൂർത്തി എപ്പോഴും ഈ അമ്മൂമ്മയായിട്ട് ഭയങ്കര ടച്ചാണ്. ഇപ്പം ഞാൻ ഈ ആധ്യാത്മികമായിട്ട് കയറിയപ്പോൾ എനിക്ക് മനസ്സിലാകുന്നു ഈ ഉപാസനാമൂർത്തി ശരിക്കും അമ്മൂമ്മയായിട്ട് കണക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അതിനു മുമ്പ് ഞങ്ങളൊക്കെ ഇതിനെ തർക്കിക്കും, ചുമ്മാതാണ്, മറ്റേതാണ്, മറിച്ചാന്നൊക്കെ പറയും. ഇപ്പം എനിക്ക് മനസ്സിലായി, കൃത്യമായിട്ടും മനസ്സിലായി എന്ന് പറയാൻ മനസ്സിലായി തുടങ്ങുന്നു.
ഇതിലൊക്കെ ഉപരി മറ്റെന്തോ ഒന്ന് നമ്മളിൽ പല ഭാഗങ്ങളിലായിട്ട് നമ്മളെ സ്വാധീനിക്കുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ ആ നിലയിലാണ് ഇവിടെ പോകുന്നത്. അപ്പോൾ ആ ഒരു ഉപാസന രീതി ഇപ്പോൾ ആൾക്കാർ ഇവിടുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആൾക്കാർ വരുന്നു. ഒരുപാട് ആൾക്കാരെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുടുംബങ്ങൾ ഒരുപാട് വിപുലമായി കിടക്കുകയാണ്. അപ്പോൾ ആ കുടുംബാംഗങ്ങൾ തിരക്കി അറിഞ്ഞിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ വലിയ പ്രശ്നമൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവർ ഏതെങ്കിലും ജ്യോതിഷികളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ പറയും നിങ്ങൾക്കൊരു കുടുംബമുണ്ട്. ചിലരുടെ അടുത്ത് പേര് വരെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അവർ ഇവിടെ വന്നു. പിന്നെയാണ് ഇപ്പം വീണ്ടും രണ്ടാമത് ഈ അമ്പലത്തിനകത്ത് നിത്യ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയത്. അപ്പോൾ അതിനിടയ്ക്ക് കുറേ അനർത്ഥങ്ങളൊക്കെ ഉണ്ടായി. ഇവിടെ പലരെയും ഓടിച്ചിട്ട് പാമ്പ് കൊത്തിയിട്ടുണ്ട്. ഇവിടെ ധാരാളം ആളുകളുണ്ട് അല്ലേ? ഇവിടെ ഉണ്ട്. ഇവിടുത്തെ നമ്മുടെ ഒരു സഹോദരിയുണ്ട്. ഇവർ അന്ന് ഇച്ചിരി തെറിച്ചതാണ്. അപ്പം അവർ ഈ വെളിക്ക് മാറിയ സമയത്ത് അതിൻ്റെ മുന്നിൽ കൂടെ അപ്പം ഇവരൊക്കെ തർക്കിക്കും, പോരുതെന്ന് പറയും. അവരവിടുന്ന് ഓടിച്ച് ഈ ഭൂമുഖത്തിൻ്റെ മുമ്പിലിട്ട് കൊത്തിയോ? കൊത്തി. പിന്നെ ഈ അപ്പൂപ്പനുള്ളത് കൊണ്ട് അപ്പോൾ തന്നെ അതിന് മെഡിസിൻ കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞില്ല, എൻ്റെ അമ്മയെ 7 പ്രാവശ്യം കഴിച്ചെന്ന്. പിന്നെ ഈ പറഞ്ഞ എൻ്റെ അമ്മൂമ്മയുടെ വയറ്റത്ത് കയറി കിടക്കും പാമ്പ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇവിടെ ആണോ കിടപ്പെന്ന് ചോദിച്ചാൽ അമ്മൂമ്മ ഇറങ്ങി വരുന്നത്. പുള്ളിക്കാരുടെ വയറ്റത്താണ് കിടക്കുന്നത്. സാറ് കണ്ടിട്ടുണ്ടോ? ഈ അമ്മൂമ്മ ബഹളം ഉണ്ടാക്കുന്ന സമയത്ത് എനിക്കറിയാം. നമുക്കിത് കാണാൻ പറ്റുന്നില്ല. പക്ഷേ ഈ കാവ്യം നിറങ്ങി വരുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ അടുത്ത സമയത്ത് ഒരു ബംഗാളി അപ്പുറത്ത് നിന്ന് തൊട്ടപ്പുറത്തെ പുരയുടെ എൻ്റെ പേരുള്ള. അപ്പോൾ അവിടെ അങ്ങനെ ആരും ഒന്നും ചെയ്യത്തില്ല. അപ്പോൾ ഞാൻ ഇവനോട് പറഞ്ഞാൽ കാവിലൊന്നും കയറി ഒന്നും പെട്ടരുത്, നീ അത് പൂട്ടിട്ട് ഞാൻ പോരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ നിൽക്കുമ്പോൾ അവിടെ വിഷയങ്ങളൊന്നുമില്ല. ഇനി പോകുന്ന കഴിഞ്ഞപ്പോൾ എനിക്ക് ഫോൺ വന്ന് ഓടി വാ പാമ്പെന്ന് പറഞ്ഞു. ഞാൻ ചെന്നപ്പം പാമ്പൊന്നുമില്ല. ഞാൻ പറഞ്ഞു എന്തിനാ പാമ്പ്? അത് ആ കാട്ടിനകത്തോട് കയറിപ്പോയി. സംഭവം ഞാൻ പറഞ്ഞു നീ വല്ലതും വെട്ടിയോ ഇതിനകത്തൊന്നും? ഇല്ല, ഞാനൊന്നും വെട്ടിയില്ല. അത് സത്യം പറയാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞില്ല, അതിലൊരു ചൂരൽ നിന്നാൽ ഞാൻ വിചാരിച്ച് വടിക്ക് വെട്ടാം എന്ന് വിചാരിച്ചാൽ ചൂരൽ വെട്ടിയത്. അപ്പോൾ ഇദ്ദേഹം ചാടി വന്നു, ഇത് ഇവനിട്ടിട്ട് പോയി. അപ്പോൾ ഞാൻ ചോദിച്ചാൽ വെട്ടിയ ചൂരലെവിടെ? അതുകൊണ്ട് അവിടെ കിടക്കുന്നു. അടുത്ത കാട്ടി കൊണ്ടേക്കും പറഞ്ഞു. അങ്ങനെ തിരിച്ചു പോകുന്നു. പിന്നെ അല്ല ഒത്തിരി സംഭവമുണ്ട്. അവിടെ വെച്ചിട്ടാണ് എൻ്റെ പഴയ കുടുംബം ആ വീടിൻ്റെ കട്ട വാർക്കുന്നത്. ചൂളയിട്ടുടനെ അപ്പൂപ്പം വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇവിടുന്ന് ഒന്ന് ഒതുങ്ങണം, ഞങ്ങൾക്ക് വേറെ ഇപ്പം തൽക്കാലം ഇത് കട്ട ചൂടാൻ സ്ഥലമില്ല ചൂള കെട്ടാൻ. അതുകൊണ്ട് 2-3 ദിവസത്തെ കാര്യമുള്ളൂ. ഇത് ചൂടാറുന്ന കാര്യം ഒന്ന് മാറിത്തരണം എന്ന് പറഞ്ഞിട്ട് പൂജയെല്ലാം കഴിഞ്ഞിട്ട് ഈ കട്ട വെക്കുന്നതിന് മുമ്പ് ഒരു പൂജയുണ്ട്. അതും കഴിഞ്ഞ് തിരിച്ചു വന്നു. പിറ്റേന്ന് മൊത്തം എൻ്റെ ബാക്കിലൊരു 6-7 മൂട് പുളിയുണ്ട്. അത് മുഴുവൻ പാമ്പാണ്, തൂങ്ങിക്കിടക്കുകയാണ്. ഈ രാജ്യത്തുള്ള ആൾക്കാർ മൊത്തം വന്ന് കണ്ടതാണ്. അതും 20 വർഷത്തിന് മുകളിലായി. മൊത്തം പാമ്പായിരുന്നു. 1. 2, ഈ കാട്ടിൽ നിന്നൊന്നും വെട്ടാൻ പാടില്ലെന്നാണ്. നമ്മളെ നിർബന്ധിച്ച് ആരോടും അങ്ങനെ പറയാറില്ല, ആരും അങ്ങനെ ചെയ്യാറുമില്ല. അവിടെ തൊട്ടപ്പുറത്തെ ഒരു മുസ്ലിമിൻ്റെ കണ്ടമാണ്. ഒരു പ്രാവശ്യം അവർ കയറി വെട്ടി, അവരെ പാമ്പ് പിടിച്ചു. അതെല്ലാം അവർ തന്നെ ഒന്ന് പറയുന്നതാണ്. അത് കഴിഞ്ഞ് ഇവിടെ ഒരു ഗോവിന്ദപ്പിള്ള എന്ന് പറയാറുണ്ടായിരുന്നു. പുള്ളി മാർക്സിസ്റ്റ് പാർട്ടിയായിരുന്നു. പുള്ളിക്ക് അതിൽ വിശ്വാസമൊന്നുമില്ല. അപ്പോൾ അതിനകത്ത് കാശാവുണ്ട്. കാശാവിൻ്റെ നല്ല കമ്പുണ്ട്. ഈ കാശാൻ കമ്പ് കുറുവടിക്ക് നല്ലതാണ്. പുള്ളി അത് വെട്ടി. അപ്പോൾ വീട്ടിൽ പറയാതാണ് അത് ചെയ്യുന്നത്. 2 കമ്പ് വെട്ടി നല്ല വേനൽ സമയമാണ്. തോളെ വെച്ച് വലിച്ചോട്ട് കിഴക്കോട്ട് വരിക. അതായത് നമ്മുടെ വീടിൻ്റെ അടുത്തോട്ട്. അന്ന് ഇതെല്ലാം പാടമാണ്. ഇവിടെ ഒന്നും യാതൊന്നുമില്ല, പാടം ഭയങ്കര പാടമാണ്. അവിടുന്ന് കുറച്ച് ഒരു 10-30 മീറ്റർ മുന്നിലെത്തിയപ്പോൾ ഒരു ചീറ്റ് കേൾക്കാം. തിരിഞ്ഞ് നോക്കുമ്പം പാമ്പ, 2-3 പാമ്പ് അതേലിരിക്കുവാണ് ഈ വലിച്ചോണ്ട് പോകുന്നത്. ഇയാളത് അവിടെ ഇട്ടിട്ട് ഓടി വീട്ടിൽ വന്നു. അപ്പം ഈ അപ്പൂപ്പൻ ചോദിച്ചു എന്താ കാര്യം? അത് ചാന്നരെ പാമ്പ്. ഇയാൾ എന്തെടുത്ത്? അത് അതിനകത്തുനിന്ന് 2 കമ്പ് ഞാൻ വെട്ടി. ഇയാളാര് പറഞ്ഞത് വെട്ടാൻ? അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞിട്ട് വേണ്ടേ പോകാൻ. അതുകൊണ്ട് തിരിച്ചാ കമ്പ് വലിച്ച് കാട്ടിക്കൊണ്ടിടാൻ പറഞ്ഞു. അപ്പോൾ ഇയാൾ ഞാൻ പോകത്തില്ല. ഇവിടെ ഇയാൾ പോവും, അവിടെ ചെല്ലും, അപ്പോഴല്ലേ അറിയുന്നത്. അവിടെ ചെന്നപ്പോൾ ഈ സാധനമൊന്നുമില്ല. അവിടെ തിരിച്ചയാൾ വലിച്ച് അവിടെ കൊണ്ടിട്ട്. ഇതെല്ലാം പ്രത്യക്ഷത്തിൽ നടന്ന സംഭവങ്ങളാണ്. കാരണം അത്രത്തോളം നമുക്ക് വിശ്വാസമാണ്. ഒരു സാധനം മുട്ടിച്ചുകൊണ്ട് പോവില്ലല്ലോ. ഇപ്പോൾ അവൻ പോയി, ഉണ്ണി പോയി, ഇവിടെ എല്ലാം ഇങ്ങനെ കിടക്കുക. ഇത് തുറന്ന് കയറാം, എടുക്കത്തില്ല. കാരണം പരിസരത്ത് എല്ലാവർക്കും അറിയാം ഇത് പ്രശ്നമാണ്. ഇപ്പം നമ്മൾ വെളിയിൽ ഇറങ്ങിയാൽ കാണാം ആൾക്കാരെ, പക്ഷേ നമ്മൾ സ്പഷ്ടമായിട്ട് അവിടെയൊക്കെ നോക്കാമെങ്കിൽ ആൾ കാണും. പിന്നെ അതേന്നും പറഞ്ഞ് പോയാൽ ചിലപ്പോൾ കണ്ടില്ല, മനസ്സിലായി കാണാം. അത്ഭുതകരമായ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഈ കാവിനുള്ളിൽ ഒരു 4 പേര് 5 പേര് പിടിച്ചാൽ പിടിമുറ്റാത്ത ഒരു ചെറുപുന്ന ഉണ്ടായിരുന്നു. ആ കാവിൻ്റെ എൻഡില്ല. അപ്പം ഇത് വെട്ടാൻ ഞാൻ പറഞ്ഞില്ലേ, ഉണ്ണയുടെ അച്ഛൻ പ്ലാൻ ചെയ്തു ഇത് വെട്ടാൻ വന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇത് വെട്ടണ്ട, കാരണം ഇതിൻ്റെ അടിയിൽ കരിനാഗത്തിൻ്റെ വാസമുള്ളതായിരുന്നു.
അപ്പോൾ ഇത് നേരത്തെ അപ്പൂപ്പൻ പറഞ്ഞിട്ടുള്ളതാണ്, ഇതിൽ കരുനാഗത്തിൻ്റെ വാസ, നിങ്ങൾ അവിടെ ഒന്നും ചെയ്യണ്ട. അങ്ങനെ അത് അവിടെ നിൽക്കുക. അപ്പോൾ ഇത് വിറ്റ് വെട്ടാൻ ആൾ വന്നു. ഈ വെട്ടാൻ ആൾ വന്ന് ആ വെട്ടാൻ വന്ന ആളും തടി വെട്ടുന്നതോടുകൂടി അവിടെ തടി വീണ് അയാൾ മരിച്ചു. തടി പിടിക്കാൻ വന്ന ആന ചെരിഞ്ഞു. അത് കഴിഞ്ഞ് ഇത് വാങ്ങിയ ആൾ, അത് ഒരു 3-4 മാസത്തെ ഗ്യാപ്പിനുള്ളിൽ അയാളും മരിച്ചു. അത് കഴിഞ്ഞ് ഇത് വിൽക്കാൻ മുൻപന്തിയിൽ നിന്ന ഒരാളുണ്ടായിരുന്നു, പുള്ളിയും മരിച്ചു. ഇത്തരം പേര് അതോടുകൂടിയാണ് ഇദ്ദേഹം മരിക്കുന്നത്. അങ്ങനെ അത്തരം സംഭവം ഇവിടെ നടന്നു. ഇവിടെ ആരൊക്കെയാ പ്രതിഷ്ഠ? ഇവിടെ യഥാർത്ഥത്തിൽ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ശാരങ്കാവ് ദേവിയുടെ അനിയത്തിയാണ്, ഭദ്രകാളിയാണ്. അത് കഴിഞ്ഞ് പിന്നെ ഉപദേവതകളാണ്. പിന്നെ അപ്പുറത്ത് സർപ്പപ്രതിഷ്ഠ. പക്ഷേ സർപ്പപ്രതിഷ്ഠ യഥാർത്ഥത്തിൽ നമുക്കിവിടെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ അതിനു വേണ്ടി ചെയ്തു എന്നുള്ളൂ. പക്ഷേ മൊത്തത്തിൽ ഈ മണ്ണിൽ സർപ്പാംശമാണ്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ചൊരു പൂജ ചെയ്യാവോ എന്ന് ചോദിച്ചാൽ വല്ല സർപ്പബലിയോ വല്ലതും നടത്താം. പക്ഷേ ഇവിടെ സർപ്പപൂജ നടക്കുന്നുണ്ട്. അപ്പോൾ അവർ വരുന്ന തിരുമേനിയല്ലേ, അപ്പം അദ്ദേഹത്തിന് അറിയാമല്ലോ നമ്മളതിനകത്ത് കൂടുതൽ വാദമുഖങ്ങൾക്ക് മുമ്പോട്ട് പോകണ്ട. അവർ ചെയ്യുന്നത് ശരി, അതിൽ നല്ലതായാലും ചീത്തയായാലും അവർ ചെയ്യുന്നത് ശരി. കാരണം അങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും. നമ്മൾ അറിഞ്ഞല്ലോ ഇതെല്ലാം ചെയ്യുന്നത്. അത് പണ്ടും നമ്മൾ പറയും. ഇപ്പോൾ ഇവിടെ പ്രശ്നം നടക്കുമ്പോൾ ഇത് നടക്കുന്നത്, അപ്പോൾ എൻ്റെ ഓഹരിയിലായത് നിൽക്കുന്നത്, ആ കാവ് നിൽക്കുന്നത്. അപ്പോൾ ഇത് വെട്ടാൻ വന്നപ്പോൾ ഞാൻ ഞാൻ തർക്കിച്ചു പറഞ്ഞ് ഇതിൽ ഞാൻ ബാധകമല്ല. ഞാൻ കാട്ടിനകത്ത് കയറിയിട്ട് പറഞ്ഞു, ഇതാണ്ട് എനിക്കിതുമായിട്ട് യാതൊരു ബന്ധമില്ല. ഞാൻ ഇവരോട് ഇത് പറഞ്ഞു. പിന്നെ എന്തുവാണെന്ന് പറഞ്ഞാൽ എന്നെ ബാധിക്കരുത്, നിങ്ങൾ തന്നെ തീരുമാനിച്ചുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കാവിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. പിന്നെ നടന്നൊക്കെ വലിയ കോലാഹലമായിരുന്നു. ചിലരെ നമുക്ക് അങ്ങ് ചലഞ്ച് ചെയ്യരുത്, പറ്റത്തില്ല. പ്രത്യേകിച്ചും പ്രകൃതിയിൽ അങ്ങനെ നമുക്കറിയാവുന്നതാണ് നമ്മൾ പറയുന്നത്. നമുക്കറിയാമേ തന്നെ നമ്മളിങ്ങനെ പറയുന്നത്. അങ്ങനെയുള്ളതാണ് കൂടുതൽ, ബാക്കി കുറവാണ്. നമ്മുടെ തലച്ചോറിനോട് ഉൾക്കൊള്ളേണ്ട ഇത്. അപ്പോൾ ഇവിടെ ഈ ഒരു വിഷചികിത്സയോടൊപ്പം സർപ്പ പൂജകളിലുള്ള എന്തെങ്കിലുമൊക്കെ സർപ്പപൂജ ഉണ്ടായിരുന്നു? നമ്മളല്ല, ഏതെങ്കിലും തിരുമേനിമാരായി. അതല്ല, നിങ്ങൾ ആ ഒരു വിഷയം കൂടി പഠിച്ചിട്ടുണ്ടോ എന്നറിയാൻ ചോദിച്ചിട്ടില്ല? ഇല്ല, പഠിച്ചിട്ട് പൂജാ സമ്പ്രദായങ്ങൾ, ഉപാസനകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എല്ലാ വർഷവും ഈ ആ കുരിയാലെ അതിനോടനുബന്ധിച്ചും വലിയ പൂജകൾ കാണും. അതാത് സമയങ്ങൾ അന്ന് ഈ നൂറുംപാലും. പക്ഷേ ഈ നൂറുംപാലും അതുപോലുള്ള അന്ന് എൻ്റെ ഓർമ്മയിൽ ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ അപ്പച്ചിയായിരുന്നു, അച്ഛൻ്റെ പെങ്ങള ഇവിടെ താമസിച്ചിരുന്നത്, ഈ ഉണ്ണിയുടെ അമ്മൂമ്മ. അപ്പോൾ പുള്ളിക്കാർ തന്നെ വന്നിട്ട് നേരിട്ടങ്ങ് ചെയ്യുകയാണ്. കാരണം അവർക്ക് അതിനൊരു ധൈര്യമുണ്ട്. അമ്മൂമ്മയുണ്ട്, അമ്മൂമ്മ ചെയ്യും. അമ്മൂമ്മ പ്രായമായപ്പോൾ അപ്പച്ചി ചെയ്യും. അപ്പോൾ ആ പൂജാതി കർമ്മങ്ങൾ ഇങ്ങനെ നടന്നുപോയി. അങ്ങനെ പോയി. ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു കാഞ്ഞരം ഉണ്ടായിരുന്നു. ഈ കാഞ്ഞരം വെട്ടിയപ്പോഴേ പ്രശ്നമായി തുടങ്ങി. അപ്പോൾ എല്ലാവരും പറഞ്ഞാൽ കാഞ്ഞരം വെട്ടരുത്, ഭയങ്കര കാഞ്ഞരമായിരുന്നു. അങ്ങനെ വലിയ പ്രശ്നമായി. പുള്ളിയൊക്കെ പോയി വഴി കിടന്ന് മരിച്ചു പോയത്. അത് കഴിഞ്ഞ് പിന്നെ ഇദ്ദേഹത്തിന് അടക്കുന്ന സമയത്ത് ഒക്കെ വലിയ ഒരു പ്രകൃതിക്ഷോഭം പോലായിരുന്നു. കാരണം അത്ര രീതിയിൽ ശക്തമായ ഒരു ഇടപെടിയിലാണ് ആത്മാക്കളുടെ ഇവിടെ. ആത്മാക്കൾ എന്ന് പറഞ്ഞൊരു പ്രത്യേക ശക്തിയാണ് ഇതിനുള്ളിൽ. അതിൻ്റെ ഗുണങ്ങളും നമുക്കുണ്ട്. നമുക്ക് നേരിട്ട് അനുഭവം ഉള്ളതുകൊണ്ടാണല്ലോ അത് സ്പഷ്ടമായിട്ട് പറയാൻ സാധിക്കണം. അതെ. അല്ലാതെ ഇപ്പം വേറൊരാളോട് ഇത് നമ്മൾ പറയുവാണെങ്കിൽ ഒന്നീ പറയും നമ്മൾ ഉണ്ടാക്കി പറയുവാണ്, അന്ധവിശ്വാസമാണ്, ഇങ്ങനെയൊക്കെ നടക്കുമോ. ഇതിനൊക്കെ അപാരമായ കാര്യങ്ങളാണ് ഓരോരുത്തർ നടക്കുന്നത്. ഈ വെട്ടിക്കോട്ട സംഭവമൊക്കെ ചെന്ന് എടുത്ത് നോക്കിയാൽ അപാര സംഭവങ്ങളാണ്. അത് ഈ ആയില്യം പൂജ നടക്കുന്ന അവസരത്തിൽ നമ്മുടെ വീട്ടിലുണ്ടായ അനുഭവം. എൻ്റെ മൂത്ത പെങ്ങൾ അമ്മയുടെ അടുത്ത് പറഞ്ഞു, ഇതൊക്കെ ശരിയാണോ, ഇങ്ങനെയൊക്കെ ഉണ്ടോ? അപ്പോൾ അമ്മ പറഞ്ഞില്ലടി, ഇത് എല്ലാ പാമ്പുകളും അവിടെ ചെല്ലും, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവിടെ ചണം വിതച്ചിരിക്കുകയാണ്. ആയില്യ പൂജയുടെ അന്ന് വെളുപ്പിന് ഇവർ ഇറങ്ങി അവിടെ ചെല്ലുമ്പം ഈ ആ പുരയിടത്തിലോട്ട് കയറി ചെല്ലുമ്പം ഒരു ഇടവില്ലാതെ പാമ്പ് ഇഴഞ്ഞ പാടുകളാണ് ഈ ചണയുടെ ഇടയിൽ കൂടെ ആ പുരയിടത്തിൽ. അപ്പോൾ പിന്നെ നമ്മളെങ്ങനെ വിശ്വസിക്കാതിരിക്കും? അങ്ങനത്തെ അനുഭവങ്ങളുണ്ട്. പിന്നെ ഈ ടെസ്റ്റ് ചെയ്യാൻ, അതായത് ഉണ്ടോ ഇല്ലയോ എന്ന ഇത് പക്ഷേ പ്രത്യക്ഷത്തിൽ കൊടുത്തു കളയും. ഓൺ ദി സ്പോട്ട് മറുപടി കൊടുക്കും. പിന്നെ മോഷണം പോയ വസ്തുക്കളൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട്. അങ്ങനൊരു വിശ്വാസം ഭയങ്കരമായിട്ടുണ്ട്. പഴയ താളിയോല ഗ്രന്ഥങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ? പഴയ താളിയോല ഗ്രന്ഥങ്ങളൊക്കെ എൻ്റെ ജ്യേഷ്ഠൻ വല്യമ്മയുടെ മോൻ മൊത്തം ഓരോരുത്തർക്കായിട്ടെടുത്ത് വിറ്റില്ല. ചോദിച്ചാൽ അവർക്ക് ഇതിനെപ്പറ്റി അറിയില്ലല്ലോ. പഠിക്കാൻ വേണ്ടി ചോദിച്ചു, വായിക്കാൻ വേണ്ടി ചോദിച്ചു. അങ്ങനെ കൊടുത്ത് അവിടെ ഒരു വീടുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ അറയിൽ നിറച്ച് താളിയോല ഗ്രന്ഥങ്ങളായിരുന്നു. ഈ വിഷചികിത്സയുടെ മാത്രം.
അത് മൊത്തം ഭയങ്കര നഷ്ടമായി പോയി. ഭയങ്കര നഷ്ടം. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് അത് വലിയൊരു നഷ്ടമായി പോയി. എല്ലാം സംസ്കൃത ഗ്രന്ഥങ്ങൾ, ഒന്നും തിരിച്ചു കിട്ടാനും മാർഗ്ഗമില്ല. ഒരു രക്ഷയില്ല. സാറ് ശരിക്കും എവിടെയായിരുന്നു ജോലി? ഞാൻ സിവിൽ എഞ്ചിനീയറാണ്. ഞാൻ മഹാരാഷ്ട്ര റേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലുണ്ടായിരുന്നു. അതിനുശേഷം ഗൾഫിലായിരുന്നു. അപ്പം അതിനുശേഷം തിരിച്ച് നാട്ടിൽ വന്നു. ഇപ്പം അത്യാവശ്യം എഴുത്തും കാര്യങ്ങളൊക്കെ എഴുത്തും കാര്യങ്ങളും മാത്രം. അതെല്ലാം ആധ്യാത്മികമാണ് എഴുതുന്നത്. ആധ്യാത്മികത്തെ പറ്റി ഒരു ഏറെക്കുറെ നമുക്കെല്ലാം അങ്ങനെ ഇതെടുക്കാൻ പറ്റില്ലല്ലോ. എങ്കിലും എൻ്റെ അറിവ് ഏത് തുറയിലോട്ട് പോകും. ഇപ്പം ഈ അറിവുകളൊന്നും നമ്മൾ പഠിക്കുന്നതല്ല, അതെൻ്റെ അനുഭവമാണ്. കാരണം എഴുതാനിരിക്കുമ്പോൾ നമുക്ക് താനേ വരുവാണ്. അല്ലാതെ ഇപ്പം അത് ഇദ്ദേഹത്തിൻ്റെ ഒരു പക്ഷേ അറിയാമായിരിക്കും. നമ്മളൊരു വിഷയം ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മളിതെല്ലാം ക്രോഡീകരിച്ചുകൊണ്ടല്ലല്ലോ ഇരിക്കുന്നത്. അന്നേരം നമുക്ക് ഒരു വെളിപാട് പോലെ നമ്മുടെ തലയിൽ ഉദിക്കുകയാണ്. അത് നമ്മൾ എഴുതും. പിന്നെ അതിനെ എഴുതി പിടിപ്പിക്കാനുള്ള ഒരു കഴിവ് അത് വിദ്യാഭ്യാസത്തിൽ കൂടെ നമുക്ക് കിട്ടും. കാരണം അക്ഷരം അറിയണ്ടേ, അക്ഷരം അറിയാൻ പക്ഷെ മനസ്സിൽ കാണും. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് എൻ്റെ അമ്മൂമ്മ. വലിയ വിദ്യാഭ്യാസമില്ല, പക്ഷേ എല്ലാ ഗ്രന്ഥങ്ങളും ബൈഹാർട്ടാണ്. അപ്പം ഞങ്ങളും പറയില്ല, അമ്മൂമ്മ ഇത് എവിടുന്ന് പഠിച്ചു? അപ്പൂപ്പൻ പഠിപ്പിച്ചോ എന്ന് ചോദിച്ചാൽ പഠിപ്പിക്കാം. പുള്ളി നല്ല ഇതായിരുന്നു, സംസ്കൃതത്തിൽ നല്ല വിദ്യാഭ്യാസമുള്ള ആളായിരുന്നു. ഈ ജാതകം എഴുതുകയൊക്കെ ചെയ്യുന്ന ആളായിരുന്നു. പക്ഷേ പുള്ളിക്കാരിക്ക് അതിനേക്കാൾ കൂടുതൽ അറിയാം കാര്യങ്ങൾ. അപ്പോൾ ഇതെല്ലാം ഒരു വരസിദ്ധിയാണെന്ന് പറയാം പരമ്പരയുടെ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇവിടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ആ ഒരു സാന്നിധ്യത്തിന് ഇവിടെ കുറവ് വന്നിട്ടില്ല. സർപ്പസാന്നിധ്യമുണ്ട് അല്ലേ? നല്ല ഭംഗിയായിട്ടുണ്ട്. നമ്മൾ മനസ്സുരുകി അവിടെ നിന്ന് പറഞ്ഞാൽ സൂക്ഷ വീട്ടിൽ ചെല്ലും, ചെല്ലുകയും അവരെ പ്രത്യക്ഷപ്പെടുത്തുകയും ചെയ്യും. ഇത് ഇന്നതാണ് സംഭവം. അപ്പോൾ അവർക്ക് തോന്നണമല്ലോ ഇത് ഇന്നത് കൊണ്ടാണെന്ന്. അങ്ങനെ തിരിച്ചു വന്ന സംഭവങ്ങളും ഉണ്ട്. എങ്ങനെയാണ് സാർ ഈ വീട് വെക്കുന്ന സമയത്ത് അന്ന് ഈ നേരം ഉണ്ടല്ലോ നമുക്ക് കല്ലിടാൻ, അന്ന് ആ ജ്യോതിഷൻ പറഞ്ഞത് നിങ്ങളത് വേണ്ട, അതിന് പരുന്ത് പറക്കും അതിൻ്റെ മണ്ടയ്ക്ക്, ആ സമയത്ത് നിങ്ങൾ കല്ലിട്ടോളാൻ പറഞ്ഞു. അങ്ങനെ സംഭവിച്ചു. അങ്ങനെ പരുന്ത് പറന്ന് ആ സമയത്താണ് ഇടുന്നത്. ഈ തടികളൊക്കെ മലയിൽ നിന്ന് ആനയെ കൊണ്ട് പിടിപ്പിച്ചാണ് കൊണ്ടുവന്നത്. അന്ന് വാഹന സൗകര്യങ്ങളൊന്നുമില്ല. ആനയെ കൊണ്ട് പിടിപ്പിച്ച് വെളിയിൽ കൊണ്ടുവന്ന് പിന്നെ കുറേ തടികളെല്ലാം കാളവണ്ടിയെ കെട്ടിയാണ് ഇവിടെ കൊണ്ടുവരുന്നത്. അത്രത്തോളം ബുദ്ധിമുട്ട് സഹിച്ചാണ് ഈ വീട് ഇവിടെ വെക്കുന്നത്. അന്ന് ഇവിടെ നിന്ന് അങ്ങനെ പറയത്തക്ക വലിയ വീടുകളൊന്നുമില്ല. അന്നത്തെ ഏറ്റവും പ്രഗത്ഭമായ ഒരു വീടാണ് അന്ന് വെച്ചത്. അപ്പോൾ ഈ അടൂര് പള്ളിയറക്കാവിൻ്റെ ആ ഒരു അമ്പലത്തിൻ്റെയൊക്കെ ബന്ധം പറഞ്ഞല്ലോ. അപ്പോൾ അവർ ആ ഒരു അമ്പലത്തിൻ്റെ ചരിത്രം ഞാൻ ഐതിഹ്യം വായിച്ചിട്ടുണ്ട്. അത് പാരമ്പര്യ വൈദ്യന്മാരായിരുന്നല്ലോ. അതെ 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 അല്ലേ? അതായിരിക്കും അമ്മൂമ്മയ്ക്ക് ആ ഒരു ചലന്തിവൃക്ഷത്തിൻ്റെ മുമ്പേ പറഞ്ഞല്ലോ അല്ലേ? അതെ. ചുമ്മാ ഭസ്മം ഇടാറേ ഉള്ളൂ, ഇട്ട് കഴിഞ്ഞാൽ സംഭവം ക്ലിയറാണ്. പിന്നെ അതുകൂടാതെ മെഡിസിൻ ഇപ്പോൾ ഏത് തരം ചലന്തി കടിച്ചാലും ഇവിടെ വന്ന് പൊട്ടി കളിഞ്ഞൊക്കെ വരുന്നത് പുള്ളിക്കാർ കൊടുക്കുന്ന, അമ്മൂമ്മ കൊടുക്കുന്ന ആ മെഡിസിനും ചിലപ്പോൾ നെയ്യ് ഉണ്ടാക്കി കൊടുക്കും. ഇതെല്ലാം പുള്ളിക്കാർ തനിയാണ് ചെയ്യുന്നത്. ഈ നെയ്യൊക്കെ ഉണ്ടാക്കുന്നത്, അതിൻ്റെ പാകങ്ങൾ, ഇതെല്ലാം അതൊക്കെയാണ് നമുക്ക് അതിശയം. ഈ അമ്മൂമ്മ എങ്ങനെ ഇത് പഠിച്ചു? അപ്പൂപ്പനെ സംബന്ധിച്ചിടത്തോളം ആധികാരികമായ എല്ലാ അറിവുകളും ഉണ്ടെങ്കിൽ പോലും അതില്ലാത്ത ഒരാളെ ഇതെങ്ങനെ പഠിപ്പിച്ചെടുത്തു? ഒന്നത്. രണ്ടാമത് ഈ ഇദ്ദേഹത്തിനോട് പുള്ളിക്കാരി അഭിപ്രായങ്ങളൊന്നും ചോദിക്കാറില്ല, നേരെ വരുന്നു അതങ്ങ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞ പൂമുഖത്തോട്ട് കയറി അവിടെ നിന്നുകൊണ്ട് ഈ ദേവിയായിട്ട് സംസാരിച്ച് വെളിയിലിറങ്ങിയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അതെ, ഇങ്ങനെയുള്ള ഈ ഒരു നാഗാരാധനയൊക്കെ ആയിട്ട് ബന്ധിച്ച പല കുടുംബങ്ങളിലുമേ സ്ത്രീകൾക്ക് കുറച്ച് പ്രാധാന്യമുണ്ട്. ഞാൻ പലയിടത്തും ശ്രദ്ധിച്ചിട്ടുണ്ട്. പൊതുവേ ഈ ഞങ്ങളുടെ ഈ കുടുംബത്തിൽ സ്ത്രീകളാണ് മുന്നിൽ നിൽക്കുന്നത്. പുരുഷന്മാർ ബാക്കിലായി പോകുവാണ്. അവരിനി എത്ര പ്രഗത്ഭരായാലും അവരാണ് അവിടുത്തെ കാര്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ ഒരു പേര് ദോഷമെന്ന് വേണമെങ്കിൽ പറയാം, പക്ഷേ നല്ലതാണ്. അവരാണ് ചെയ്യുന്നത്. അത് ആര് വന്നാലും, ആ കുടുംബത്തിന് ആര് വന്നാലും അവരാണ് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഭയങ്കര കഴിവാണ്. ശരി സാർ, ശരി, സന്തോഷം.